ദുബായിലെ ഏറ്റവും വലിയ പുൽക്കൂടുകളിലൊന്ന് ഒരുക്കിയിരിക്കുകയാണ് പ്രവാസി മലയാളിയായ സജീവൻ തൂയത്ത്. 3 മീറ്റർ നീളവും 3 മീറ്റർ ഉയരവുമുള്ളതാണ് സ്വന്തം മുറിക്ക് പിന്നിലെ ഇത്തിരിവട്ടത്തിൽ സജീവൻ ഒരുക്കിയ പുൽക്കൂട്. ബാച്ചിലർ താമസ കേന്ദ്രത്തിലെ സുഹൃത്തുക്കളാണ് സജീവന്റെ സഹായികൾ. ദുബായിലെ കേരളമാണ് കരാമ. അവിടെയാണ് നഗരത്തിലെ ഏറ്റവും വലിയ പുൽക്കൂടുകളിൽ ഒന്ന് ഒരുക്കിയിട്ടുള്ളത്. തൃശ്ശൂർ സ്വദേശി സജീവൻ തൂയത്ത്. കുറേ കാലത്തെ അധ്വാനമാണ് ഈ കാണുന്നത്. സജീവൻ തന്നെ പറയും മറ്റ് കാര്യങ്ങൾ. സജീവൻ, എത്ര കാലത്തെ അധ്വാനമാണിത്? ഇതിപ്പോൾ 2 മാസം കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കുറച്ച് ഉണ്ടാക്കി തുടങ്ങിയിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വരും. അപ്പം നമ്മൾ കുറച്ച് കട്ട് ചെയ്യും. അങ്ങനെ ഇപ്പം 2 മാസം കഴിഞ്ഞ് 2-2.5 മാസമായി ഇപ്പോൾ തുടങ്ങി. ഒരു പുൽക്കൂട് എന്നതിനപ്പുറത്തേക്ക് നമ്മളിത് നോക്കുമ്പോൾ കുറേ സംഭവങ്ങൾ കാണുന്നുണ്ട്. എന്തൊക്കെ ഉണ്ട് ഇതിനകത്ത്? ഇത് ഫുള്ള് നമ്മൾ തെർമോക്കോൾ മേടിച്ച് കട്ട് ചെയ്തിട്ട് പെയിൻറ്റിങ് ചെയ്തേക്കുന്നതാണ്. സിമെൻറ്റ് തേച്ചിട്ട് അങ്ങനെ ഓരോ ദിവസം കട്ട് ചെയ്ത് ഉണ്ടാക്കിയതാണ്. എല്ലാം തെർമോക്കോൾ തന്നെയാണ്. പിന്നെ ഇത് പ്ലാസ്റ്റിക്കിൽ പെയിന്റ് അടിച്ചതാണ്. ഒരു കഥയായിട്ട് പറഞ്ഞാൽ ഇത് എങ്ങനെയാണ് ഉണ്ണിയേശുവിന്റെ പിറവിയും എല്ലാമായിട്ട് ബത്ലഹേമും ഒക്കെ ആയിട്ട് ബന്ധിപ്പിക്കുന്നത്? ഇത് ജെറുസലേം കൊട്ടാരം, പിന്നെ ഉണ്ണീശോയുടെ പുൽക്കൂട്. ഇത് അറക്കപ്പൊടിയും മറ്റേ ഇതിട്ട് ഉണ്ടാക്കിയതാണ്. വഴി പഴയ കല്ല് വെച്ചിട്ട് അറക്കപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയതാണ്. കൊട്ടാരത്തിൽ നിന്ന് ജെറുസലേമിലേക്ക് വരുന്ന പുൽക്കൂട്ടിലേക്ക് വരുന്ന വഴി. അങ്ങനെ ഒരു സങ്കല്പം പഴയ ഒരു. ജോലിക്കിടയിലാണ് ഈ സമയം കണ്ടെത്തിയത്? ജോലി കഴിഞ്ഞ് വന്ന് രാത്രി വന്നിരുന്ന് ചെയ്യും. 12 മണി അല്ലെങ്കിൽ 11 മണി കട്ട് ചെയ്യും. ഓരോന്ന് ചെയ്യും. അങ്ങനെ ചെയ്തുകൊണ്ട് വരുന്നത്. എത്ര വർഷമായി ഈ ഒരു കലാപരിപാടി തുടങ്ങിയിട്ട്? ഇതിപ്പോൾ നമ്മൾ എന്താ പറയുക, നാട്ടിലായാലും ഇപ്പോഴായാലും നമ്മളിത് പണ്ടേ ചെയ്യുന്നുണ്ട്. കുറേ വർഷമായി ചെയ്യുന്നു. നാട്ടിലായാലും ചെയ്യും, ഇവിടെ വന്നിട്ട് ചെറുതായാലും വലുതായാലും ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറെ ഫ്രണ്ട്സിനെയൊക്കെ ഇവിടെ കാണുന്നുണ്ട്. എല്ലാവരും സപ്പോർട്ടുണ്ട്. അല്ലെങ്കിൽ എല്ലാവരും നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും, എല്ലാം റൂമിലുള്ളവരും പുറത്തുള്ളവരും കമ്പനിയിലെല്ലാം എല്ലാവരും സപ്പോർട്ട് ചെയ്യും ഓരോ കാര്യങ്ങൾക്ക്. ഇതിനുപയോഗിച്ചിട്ടുള്ള ഈ മെറ്റീരിയൽസ് കൂടുതലും എന്താണ്, റീസൈക്കിൾ ആണോ? എല്ലാം റീസൈക്കിളാണ്. നമ്മളൊന്നും അങ്ങനെ ഒരു ധർമ്മ പേപ്പർ മാത്രം ഇത് മേടിച്ചുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ ഓരോ സ്ഥലത്ത് നിന്ന് പറക്കി റീസൈക്കിൾ കൊണ്ട് ഉണ്ടാക്കിയതാണ്. നാട്ടിലായിരുന്നപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്? നാട്ടിലായാലും നമ്മൾ ചെറുതായാലും വലുതായാലും നാട്ടിൽ ചെറുപ്പത്തിൽ തൊട്ട് ചെയ്യാറുണ്ട്. ഇവിടെ വന്നപ്പോൾ ചെറിയ റൂമിലാകുമ്പോഴും ബാൽക്കണിയിൽ ചെയ്യും. ഇവിടെ പിന്നെ ഇത്തരം സൗകര്യമുള്ളപ്പോൾ ഇവിടെ വലുതായിട്ട് ചെയ്യുന്നു. എത്ര വർഷമായി ഇവിടെ ആയിട്ട്? ഇപ്പോൾ 23 വർഷമായി. 2002 വന്നു. 23 വർഷമായി. കണ്ടു കഴിഞ്ഞാൽ തോന്നും 10 വയസ്സുള്ളപ്പോൾ വന്നതാണെന്ന്. കുടുംബം അമ്മയുണ്ട്, വൈഫുണ്ട്, 3 പിള്ളേരുണ്ട് നാട്ടിലവര്. കണ്ണും കാത്തിരുന്നു പിന്നിലൊരു പൈതലിനായി, കാതോടു കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറന്നു. കരാമയിൽ സജീവനും കൂട്ടുകാരും താമസിക്കുന്ന ഫ്ളാറ്റിന്റെ പിൻഭാഗത്ത് കുറച്ചൊരു സ്ഥലമുണ്ട്. അവിടെയാണ് ഇത്രയും മനോഹരമായിട്ടുള്ള രീതിയിൽ ഈ പുൽക്കൂട് ഒരുക്കിയിട്ടുള്ളത്. ഇങ്ങനെയാണ് ഈ കരാമ കേരളമായി മാറുന്നത്. സജീവനും മുഷീർ കൊടിയിലും ഒപ്പം ദുബായിൽ നിന്നും സുരേഷ് വെളിമുറ്റം, മാതൃഭൂമി ന്യൂസ്.